الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا أما بعد മാന്യ സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ബിൻ ഹുമയ്യിദ് സംസാരിച്ച വിഷയം അൽ ഖിയം വൽ അഖ്ലാഖ് എന്നതാണ്. അതെ, ഏത് സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നിലനിൽപ്പ് അവരുടെ സ്വഭാവത്തിലൂടെയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിന് അഥവാ അഖ്ലാഖിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകിയതായ മതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ തന്നെ ഇന്നമാ ബുഇത്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നാണ് അവർ ലോകത്തോട് പറഞ്ഞത്. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവപരമായ അഖ്ലാഖ് പരമായ കാര്യത്തിൽ എന്തെല്ലാം വീഴ്ചകൾ ശേഷിക്കുന്നുണ്ടോ ആ വീഴ്ചകളെ നികറ്റാൻ വേണ്ടിയാണ്. പണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ പല കാര്യങ്ങളിലും അവർ മുൻപന്തിയിലായിരുന്നു. അവരത് ജീവിതത്തിൽ പകർത്തുന്നവരായിരുന്നു. അതിൽ അവരുടെ കൂടെയുള്ള വീഴ്ചകളെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നികറ്റിയത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അനുഗ്രഹിച്ചു, അത് കാരണത്താൽ ജനങ്ങളോട് നിങ്ങൾ വിനയത്തോടുകൂടി പെരുമാറാനുള്ളതായ ആ അള്ളാഹുവിന്റെ ഇലാഹി തർബിയത്ത് നിങ്ങൾക്ക് ലഭിച്ചു. അതേസമയത്ത് നിങ്ങൾ അതിന് നേരെ വിപരീതമാണെങ്കിൽ, നിങ്ങൾ അവരോടുള്ള പെരുമാറ്റത്തിൽ ക്രൂരതയോടുകൂടിയും സ്വഭാവത്തിൽ നല്ല സ്വഭാവമില്ലാത്ത രൂപത്തിലുമാണ് അവരോട് പെരുമാറുന്നതെങ്കിൽ, നിങ്ങളുടെ പിന്നിൽ ആരും ഒരുമിച്ച് കൂടുകയില്ലായിരുന്നേനെ, നിങ്ങളുടെ വാക്ക് പാലിക്കുകയില്ലായിരുന്നേനെ, നിങ്ങളുടെ പരിസരത്തിൽ നിന്നിട്ട് അവർ പിന്തിരിഞ്ഞു പോകുമായിരുന്നേനെ എന്ന് വിശുദ്ധ ഫുർഖാൻ അദീം സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ അഖ്ലാഖിലേക്കാണ് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചത് തന്നെ ആ മഹാസ്വഭാവത്തിന്റെ ഉടമയായിട്ടാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, റസൂലേ നിങ്ങൾ മഹാസ്വഭാവത്തിലാണ് എന്ന് അള്ളാഹു തന്നെ. അള്ളാഹു മഹാ എന്ന് പറയണമെങ്കിൽ എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനങ്ങളുമായുള്ളതായ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തരായി മാറാൻ സാധിക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ പ്രശസ്തിയും പെരുമയും അവൻ ഉണ്ടാക്കിയെടുക്കലും അതേസമയത്ത് ജനങ്ങളുടെ അടുക്കൽ ഇഷ്ടപ്പെട്ട ആളായി മാറലും അവന്റെ സമീപനത്തിലൂടെയും അവന്റെ മുആമലാത്തുകളിലൂടെയും അവന്റെ പെരുമാറ്റത്തിലൂടെയും അവന്റെ സ്വഭാവത്തിൽ കൂടിയും ആണ്. അപ്പോൾ സ്വഭാവം നന്നാക്കുക എന്നത് വളരെ മുഖ്യമാണ് എന്നർത്ഥം. ഇസ്ലാം അതുകൊണ്ട് തന്നെയാണ് സ്വഭാവത്തിൽ കൂടിയായിരിക്കണം ഈ ദഅവത്ത് പ്രചരിക്കേണ്ടത് എന്ന ശൈലിയിൽ ഖുർആനിലൂടെ സംസാരിക്കാൻ കാരണം. അല്ലാഹു പറയുന്നു, ഖുൽ ഇബാദി യഖൂലു ലതീ ഹിയ അഹ്സൻ, എന്റെ അടിമകളോട് നിങ്ങൾ പറയുക, അവര് സംസാരിക്കുമ്പോൾ നല്ല ശൈലിയിൽ കൂടി സംസാരിക്കട്ടെ, നല്ല രൂപത്തിൽ സംസാരിക്കട്ടെ, ജനങ്ങൾക്ക് ഫലമുള്ള കാര്യങ്ങൾ പറയട്ടെ, ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ പറയട്ടെ. അതുപോലെ തന്നെ വഖൂലു ലിന്നാസി ഹുസ്ന, അതും അല്ലാഹുവിന്റെ വാക്കിൽപ്പെട്ടതാണ് വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെ. നിങ്ങൾ ജനങ്ങളോട് നല്ലതിനെ പറയുക. വഖൂലു ലിന്നാസി ഹുസ്ന, കവി പറഞ്ഞതുപോലെ ഇന്നമൽ ഉമമുൽ അഖ്ലാഖു മാ ബഖിയത് വഇന്നഹും ദഹബത് അഖ്ലാഖുഹും ദഹബു. ഏത് സമൂഹത്തിന്റെയും നിലനിൽപ്പ് ആ സമൂഹത്തിന്റെ അഖ്ലാഖിലൂടെയാണ്. അവരിൽ അഖ്ലാഖില്ലെങ്കിൽ, നല്ല പെരുമാറ്റവും നല്ല രീതിയും നല്ല സ്വഭാവമില്ലെങ്കിൽ അവര് നശിച്ചു, അവർക്ക് നിലനിൽപ്പില്ല എന്ന് കവി ചൊല്ലിയത് വളരെ യാഥാർത്ഥ്യമാണ്. അതെ, അപ്പോൾ നല്ല പെരുമാറ്റം, നല്ല രീതിയിലുള്ളതായ സമീപനം, അത് ഇസ്ലാം എല്ലാ മേഖലയിലും സത്യവിശ്വാസികളോട് ആവശ്യപ്പെടുന്നതായ ഒരു നിർബന്ധമായ ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലാവട്ടെ, നമ്മുടെ ബിസിനസ്സുകളിലാവട്ടെ, വ്യാപാരങ്ങളിലാവട്ടെ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാവട്ടെ, നമ്മുടെ സാമ്പത്തികമായുള്ളതായ ഇടപാടുകൾ നടത്തുന്ന സന്ദർഭത്തിലാവട്ടെ, നാം നമ്മുടെ കുടുംബത്തോടുള്ളതായ പെരുമാറ്റത്തിലാവട്ടെ, എല്ലാ നമ്മുടെ അഖ്ലാഖ് നന്നായിരിക്കണം. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ പെരുമാറ്റ രീതി നല്ല രീതിയിലായി മാറുക എന്നതാണ്. അതെ, കോപിക്കേണ്ട സന്ദർഭത്തിൽ ക്ഷമ കൈകൊള്ളുക അഖ്ലാഖിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ
ആവശ്യമില്ലാതെ ജനങ്ങളോട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതാ ജനങ്ങൾക്ക് പല പല ഖുസൂസിയാത്തുകൾ ഉണ്ടായിരിക്കും. ഖുസൂസിയാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട അവരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളതായ കാര്യങ്ങളിലൊന്നും നാം കൈകടത്താതിരിക്കുക. അത് സ്വഭാവത്തിന്റെ നല്ലൊരു ഭാഗമാണ്. അത് നല്ല സ്വഭാവമുള്ളവർ മാത്രം കാട്ടുന്ന ശൈലിയാണ്. അല്ലാത്ത പക്ഷം അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, അവരെന്ത് പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു, അവനെവിടെ പോയി, ഇവളെവിടെ പോയി എന്നീ കാര്യങ്ങൾ ചിന്തിക്കുക, അത് നല്ല സ്വഭാവമില്ലാത്തവരുടെ രീതിയാണ്. അത് മുസ്ലിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ പ്രബോധന ശൈലിയിൽ മാത്രമല്ല ഹുസ്നുൽ ഖുലുഖ് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിങ്ങൾ മഹാസ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രത്യുത്തരം നൽകിയത് കാന ഖുലുഖുൽ ഖുർആൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു. അപ്പോൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, ഖുർആൻ അനുസരിച്ച് സംസാരിക്കുക, ഖുർആൻ അനുസരിച്ച് പെരുമാറുക, ഖുർആനിന്റെ കൽപ്പന അനുസരിച്ച് ജീവിത രീതിയെ ചിട്ടപ്പെടുത്തുക. അതാണ് അഖ്ലാഖിന്റെ ഉയർന്ന നിലവാരം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് പ്രകടമായിരുന്നത്. അതെ, അപ്പോൾ വടക്ക് സ്വഭാവമാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെ അവർ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കാൻ, സത്യവിശ്വാസി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നശിക്കാൻ വടക്ക് സ്വഭാവം കാരണമായി തീരുമെന്നാണ് ഹദീസിന്റെ ഭാഷ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നാം നമ്മുടെ സൽക്കർമ്മങ്ങൾ നശിക്കാൻ കാരണമായി തീരുക എന്നത് അപകടമല്ലേ? അതെ, അതുകൊണ്ട് തന്നെ ഒരു സഹോദരിയെ കുറിച്ച്, ആ സഹോദരി വളരെ കൂടുതൽ സൽക്കർമ്മം ചെയ്യുന്ന സഹോദരിയാണ്, നിന്ന് നമസ്കരിക്കുന്ന സഹോദരിയാണ്, രാത്രിയിൽ നോമ്പ് പിടിക്കുന്ന സഹോദരിയാണ് എന്നൊക്കെ അവരെ കുറിച്ച് പറയപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച്, അവരുടെ അയൽവാസികളുമായുള്ളതായ സമീപനത്തെ കുറിച്ചാണ് അറിയാൻ ജിജ്ഞാസയുണ്ടായത്. അപ്പോൾ പറയപ്പെട്ടു, അവരുടെ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളല്ല, വടക്ക് സ്വഭാവത്തിൽ പെരുമാറുന്ന ആളാണ് എന്ന് പറയപ്പെട്ടപ്പോൾ ഇത് കാരണത്താൽ അവർ നരകത്തിലേക്ക് പോകുമെന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യുത്തരമുണ്ടായത്. അതെ, അത്രയും അപകടമാണ്. സ്വഭാവം നന്നായില്ലെങ്കിൽ എത്ര തന്നെ നിന്ന് നമസ്കരിച്ചാൽ, എത്ര തന്നെ നോമ്പ് പിടിച്ചാൽ, എത്ര തന്നെ സൽക്കർമ്മം ചെയ്താൽ നമുക്കതിൽ പ്രതിഫലം ഉണ്ടാകുന്നതല്ല സ്വഭാവം നന്നായില്ലെങ്കിൽ എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ ആ സ്വഭാവക്കേടിന്റെ തോതനുസരിച്ച് നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന അർത്ഥത്തിലേക്ക്. അതെ, നീ പ്രത്യേകിച്ച് പ്രബോധകനാണെങ്കിൽ, മക്ക ഇമാം പറയുന്നു, നീ പ്രബോധകനാണെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ നീ നല്ല സ്വഭാവമാണ് നിന്നിൽ നിന്നിട്ട് പ്രകടമാവേണ്ടത്. നിന്റെ പ്രബോധനത്തെ നീ ജനങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ, നീ ജനങ്ങളെ ക്ഷണിക്കുന്നതായ ആ രീതിയിലേക്ക്, ആ ക്ഷണത്തിന് അവർ നിനക്ക് മറുപടി നൽകണമെങ്കിൽ അവരിൽ നിന്നിൽ നിന്നിട്ട് നല്ല സ്വഭാവത്തെ കാണണം, നല്ല സ്വഭാവം നിന്നിൽ നിന്നിട്ട് ഉടലെടുക്കണം. എന്നാലാണ് ജനങ്ങളെടുക്കൽ നിനക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവുക. ജനങ്ങൾ നിന്റെ വാക്ക് പാലിക്കുക, ജനങ്ങൾ നിന്റെ വാക്ക് ശ്രദ്ധിക്കുക, ജനങ്ങൾ നിന്നെ അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അല്ലാഹു ഖുർആൻ പറയുന്നു, അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. നിങ്ങൾ അഥവാ ദാഇകൾ, പ്രബോധകന്മാർ, മുസ്ലിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ ജനങ്ങളോട് നന്മ പറയുന്നു, നന്മ കൽപ്പിക്കുന്നു, നന്മ ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു. അതേസമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മറക്കുന്നു, നിങ്ങളുടെ സ്വശരീരം അത് ഫിറ്റാക്കുന്നില്ല, അത് നടപ്പാക്കുന്നില്ല, നിങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ പിന്നിലാണ്. നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ മറക്കുകയാണ്. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ ഖുർആൻ ഓതുന്നു, നിങ്ങൾ കിതാബ് ഓതുന്നു, നിങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, നിങ്ങൾ ഹദീസ് വായിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ അറിവുള്ളവരായി നടിക്കുന്നതോടൊപ്പം, നിങ്ങൾ ജനങ്ങളെ സത്യത്തിലേക്കും നന്മയിലേക്കും ക്ഷണിക്കുന്നതോടൊപ്പം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നില്ലെങ്കിൽ അത് എന്തൊരു അപകടമാണ്. ഇസ്തിൻകാരിയാണ്. അഥവാ നിങ്ങൾ ചെയ്യുന്നത് അത് മഹാ തെറ്റാണ്, മഹാ അപകടമാണ് എന്ന രീതിയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശൈലി ഉപയോഗിച്ചത്. അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നർത്ഥം. അതെ, അപ്പോൾ നാം പ്രബോധകന്മാരാകുമ്പോൾ പ്രത്യേകിച്ച് ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിഥലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അദീമു. നീ എന്ത് പ്രവർത്തനങ്ങൾ, ലാ തൻഹ അൻ ഖുലുഖിൻ,
മുസ്ലിം എന്ത് വടക്ക് കാര്യങ്ങൾ, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് അത് ചെയ്യരുത് എന്ന് പറയരുത്. ഏതുവരെ? നീ സ്വയം അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കുന്നത് വരെ. നീ അഥവാ അതുപോലെ ചെയ്യുന്ന ആളാണെങ്കിൽ എന്തൊരു കുറവാണ്, എന്തൊരു ദൂഷ്യമാണ്, എന്തൊരു അപകടമാണ്. നീ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിൽ നിന്നിട്ട് മുക്തരാക്കാൻ വേണ്ടി പാടുപെടുകയോ നീ ആ തെറ്റിൽ മുഴുകുകയും നീ ആ തെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും വലിയ അപകടമാണ് എന്ന് കവി ചോദിക്കുന്നു. അതുകൊണ്ട് നീ പ്രബോധനം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ആദ്യം തുടങ്ങേണ്ടത് നീ സ്വയം നടപ്പാക്കാൻ വേണ്ടി. നീ ജനങ്ങളോട്, അല്ലാഹുവിന്റെ റസൂല് സഹീഹ് ബുഖാരിയിലൊക്കെ വന്ന ഹദീസാണ്, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്, മുസ്ലിങ്ങൾ താടി വടിക്കാൻ പാടില്ല, താടി വെക്കേണ്ടതാണ് പുരുഷന്മാര് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ നീ താടിയുള്ള ആളായി മാറുക. ഉദാഹരണത്തിന് നീ പെണ്ണാണ്, നീ പർദ്ദ ധരിക്കുന്നതിൽ ബാക്കിലാണ്, നീ ജനങ്ങളുടെ മുമ്പിൽ അഥവാ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പർദ്ദ ശരിക്ക് ഫിറ്റാക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താത്തവളാണ്, അന്യപുരുഷന്മാരുമായി ഇടകലർന്ന കാര്യത്തിലും നീ ശ്രദ്ധ ചെലുത്താത്തവളാണ്. എന്നിട്ട് ജനങ്ങളോട് അത് ചെയ്യരുത് എന്ന് പറയൽ അത് അരുത്, പാടുള്ളതല്ല. നീ സ്വയം ഇസ്ലാമിക പർദ്ദ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് അത് നിന്റെ ജീവിതത്തിൽ പകർത്തി അതിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക. അതാണ് ജനങ്ങളിൽ അത് ഫലപ്രദമാവാൻ, ജനങ്ങൾ അതിനെ നിന്നിട്ട് അംഗീകരിക്കാൻ, ജനങ്ങളിൽ നിന്നിട്ട് സ്വീകരിക്കാൻ ഉത്തമമായ ഭാഗം. ദീൻ തന്നെ, ഈ ഇസ്ലാം തന്നെ നാം തുടങ്ങി വെച്ചതുപോലെ അത് അഖ്ലാഖിന്റെ മർമ്മഭാഗമാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. നമ്മുടെ ദീനിന്റെ എല്ലാ സ്വഭാവം, നിസ്കരിക്കാൻ വേണ്ടി ഇപ്പോൾ പോകുമ്പോൾ നാം വഴിയിൽ ആളെ കാണുന്നു, അപ്പോൾ ആൾക്കാരോട് സലാം പറയുന്നു, അവരിങ്ങോട്ട് സലാം പറയുന്നു, അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നു, പള്ളിയിലേക്ക് ചെല്ലുന്നു, പള്ളിയിലും ജനങ്ങളുമായിട്ട് സഹവസിക്കുന്നു, അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നു, അവരുടെ സഫുകൾ അണിയണിയായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ആരെയും തിക്കാതെ തിരക്കാതെ പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ അവരുമായുള്ളതായ സമീപനങ്ങൾ നടത്തുമ്പോൾ അതെല്ലാം എന്താണ് കുറിക്കുന്നത്? നീ നല്ല സ്വഭാവക്കാരനാണ്, നല്ല പെരുമാറ്റക്കാരനാണ്, ജനങ്ങളെ കാണുമ്പോഴെല്ലാം ഒരു ഇബാദത്താണെന്നാണ്, ഒരു സൽക്കർമ്മമാണ് എന്നാണ് ജനങ്ങളെ കാണുമ്പോൾ പുഞ്ചിരി തോന്നുക. നീ പുഞ്ചിരി തൂങ്ങൽ തന്നെ അത് ധർമ്മമാണ്, അത് പ്രതിഫലം കിട്ടുന്നതായ സൽക്കർമ്മമാണ് എന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ ഈ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഹാബാക്കൾക്ക് പഠിപ്പിച്ച, അവരുടെ അനുചരന്മാർക്ക് പഠിപ്പിച്ച, അവരുടെ ഉമ്മത്തുകൾക്ക് പാഠം പഠിപ്പിച്ചതായ ആ മഹാ തത്വങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ച തീർച്ചയായിട്ടും ജനങ്ങൾ നമ്മളുള്ളതായ പെരുമാറ്റത്തിൽ നല്ല രീതി പുലർത്തുന്നതും നാം പറയുന്നത് സ്വീകരിക്കാൻ അവർ തയ്യാറായി വരുന്നതും നമ്മെ അവർ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും നമുക്ക് ജനങ്ങളുടെ ഇടയിൽ സ്റ്റാൻഡേർഡും ബഹുമതിയും ബഹുമാനം ഉണ്ടാകുന്നതും ആണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മക്ക ഇമാമ് പറയുകയാണ്, നാം ആരംഭിക്കേണ്ടത് ആദ്യമായിട്ട് നല്ല സ്വഭാവം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്, അവരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുക. പലപ്പോഴും ജനങ്ങൾ പ്രയാസപ്പെടാറുള്ളത്, പരാജയപ്പെടാറുള്ളത് അവന്റെ സ്വന്തം കുടുംബത്തോട് പെരുമാറുന്ന രീതിയിൽ വിജയിക്കാറില്ല എന്നതിലാണ്, അതിൽ അവൻ പരാജയപ്പെടുന്നു എന്നതിലാണ്. അത് ഒരിക്കലും അരുത്. നാം വീട്ടിന്റെ അകത്ത് നന്നാവണം, വീട്ടിന്റെ പുറത്ത് നന്നാകുന്നത് പോലെ തന്നെ വീട്ടിന്റെ അകത്ത് നല്ല സ്വഭാവക്കാരനായി മാറണം, വീട്ടിന്റെ പുറത്തും അങ്ങനെ തന്നെ. നിന്റെ ഭാര്യ ഏറ്റവും അടുത്തവളാണല്ലോ, അടുത്ത മനുഷ്യനാണല്ലോ നിന്നോട്. അപ്പോൾ നിന്റെ ഭാര്യയോടുള്ളതായ സമീപനം, അതുപോലെ ഭാര്യ ഭർത്താവിനോടുള്ള സമീപനം അത് ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖിയാറുക്കും ലിനിസാഇഹി, നിങ്ങൾ നിന്നിട്ട് ഏറ്റവും ഉത്തമർ അവന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നതായ, കുടുംബത്തോട്, ഇണയോട്, ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല രീതിയിൽ പെരുമാറാനുള്ള ഭാഗ്യം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് മഹാനേട്ടമാണ്, മഹാ അനുഗ്രഹമാണ്, മഹാപുരോഗതിയാണ് ജീവിതത്തിൽ. അവിടുന്ന് ആരംഭിക്കുന്നു. എന്തേ? നമ്മുടെ കുട്ടികൾ നമ്മെ കാണുന്നു, കുട്ടികൾ നമ്മുടെ സൽസ്വഭാവം അവരുടെ ജീവിതത്തിൽ പകർത്തുന്നു. ആ പകർത്തുന്ന സന്ദർഭത്തിൽ വല്ല വീഴ്ച വരുമ്പോൾ അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപ്പത്തിലേ അവരോട് ആ രീതി പഠിപ്പിച്ചു കൊടുക്കണം. അവരിൽ വല്ല തെറ്റും വരുമ്പോൾ, അവർ വല്ലവരെയും ദ്രോഹിക്കുന്നയോ മർദ്ദിക്കുന്നയോ വല്ല വേണ്ടാത്ത സ്വഭാവത്തിൽ പെരുമാറുന്നയോ കണ്ടാൽ ഉടനെ തന്നെ ചെറിയ കുട്ടികളോട് വരേക്കും, ഇവിടെ അറബികൾ
കാട്ടുന്നതായിട്ട് നാം കാണാറുണ്ട്. അദ്ദേഹത്തിനോട് മാഫി ചോദിക്കൂ എന്ന് പറയും. ചെറുപ്പത്തിലെ കുട്ടികൾ മാഫി ചെയ്യണം സഹോദര അല്ലെങ്കിൽ സഹോദരി എന്ന് അവരെ കൊണ്ട് 3 വയസ്സുള്ള കുട്ടികളോട് വരെ ഇവിടെ അറബികൾ പറയിപ്പിക്കുന്നതായിട്ട് നാം കാണാവുന്നതാണ്. ആ രീതിയിൽ നാം പെരുമാറാൻ വേണ്ടിയാണ് ചെറുപ്പത്തിലെ നാം നമ്മുടെ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകേണ്ടത്. അങ്ങനെയാകുമ്പോൾ അവര് അതിഥികളെ സൽക്കരിക്കുന്നതിനും അതിഥികളെ ബഹുമാനിക്കുന്നതും മറ്റുള്ളവരോട് പെരുമാറുന്നതിനും വീട്ടിന്റെ അകത്ത് നിന്ന് ഉൾക്കൊണ്ടതായ ആ സ്വഭാവം അവരുടെ ജീവിതത്തിൽ സകലം അവരുടെ മദ്രസകളിലും അവരുടെ സ്കൂളുകളിലും അവരുടെ അധ്യാപകന്മാരോടും അവരുടെ കൂട്ടുകാരോടും എല്ലാം അവർ പെരുമാറാൻ അത് അവരെ പ്രേരിപ്പിക്കും. അതേസമയത്ത് നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ന് മക്ക ഇമാം പറഞ്ഞതുപോലെ നമ്മുടെ വീട് അത് നമുക്ക് മറ്റുള്ളവർക്ക് ചിഹ്നമായി മാറേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വീട്ടുകാരനാണിവൻ, ഇന്ന് കബീലക്കാരനാണിവൻ, ഇന്ന കുടുംബക്കാരനാണിവൻ, ഇന്നാളുടെ മകനാണിവൻ, ഇന്നാളുടെ മകളാണിവൻ എന്ന് ജനങ്ങൾ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളതായ വീടാക്കി നമ്മുടെ വീടിനെ ഇസ്ലാമീകരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച ആ രൂപത്തിലുള്ളതായ ആ അഖ്ലാഖ് ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് കൊണ്ട് നാം ആരംഭിച്ചു കഴിഞ്ഞാൽ ശേഷമുള്ള എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അഖ്ലാഖ് നടപ്പാക്കാൻ വീട്ടിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഇടങ്ങളിലും നമ്മുടെ അഖ്ലാഖ് നന്നാക്കാൻ പിന്നെ നമുക്ക് സാധിക്കുന്നതല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആദ്യമായി വീട്ടിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് ചെയ്യേണ്ട ബാധ്യതകൾ അവർക്ക് നിർവഹിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മുമ്പിൽ നാം നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ ആദരിക്കുന്നു, എങ്ങനെ ബഹുമാനിക്കുന്നു എന്ന് അവർക്ക് പഠിപ്പിക്കാനും പഠിക്കാനും പറ്റുന്ന രൂപത്തിൽ നാം പെരുമാറേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അതിൽ നിന്നിട്ട് മനസ്സിലാക്കും, പഠിക്കും. അതനുസരിച്ച് പിന്നെ അവർ നമ്മോടും നാം ആകുന്ന അവരുടെ വാപ്പ അവരുടെ ഉമ്മയോടും ആ നല്ല രീതിയിൽ പെരുമാറാൻ അവർക്കത് പ്രേരണ ലഭിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നാം ആരംഭിക്കണം എന്ന് മക്ക ഇമാം പറഞ്ഞതുകൊണ്ട് വിവക്ഷ. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് നിയോഗിച്ചതായ മലക്കുകൾ നമ്മുടെ ചെറുതും വലുതുമായ ചലനങ്ങളെ നമ്മുടെ സംസാരങ്ങളെ എല്ലാം വീക്ഷിച്ചുകൊണ്ട് അത് കുറിക്കുകയും അത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് റിക്കാർഡാക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന ഭാഗമാണ്. കിറാമൻ കാതിബീന യഅലമൂന മാ തഫ്അലൂൻ, അവർ മാന്യന്മാരായ എഴുത്തുകാരാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, പിന്നെ കുറിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം മുഴുവനും ഇസ്ലാമീകരിക്കാൻ തീരുമാനിച്ച അഖ്ലാഖ് നന്നാക്കുക എന്നതാണ് മക്ക ഇമാം എന്ന് പറഞ്ഞു വന്നതായ ശൈലി. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത, എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നീ വല്ല തെറ്റും നിന്നിൽ നിന്നിട്ട് വന്നുപോയാൽ തെറ്റ് മനുഷ്യ സഹജമാണ്. കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ സന്തതികൾ ആസകലം പിഴക്കാൻ സാധ്യതയുള്ള ആളാണ്, പിഴ വരുന്നവരാണ്. പക്ഷേ അവരുത്തമരാരാണ്? തൗബ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾ, പാശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾ. റസൂൽ ഈ ഹദീസിൽ പറയുന്നു അബൂദറിനോട്, വല്ല തെറ്റ് വന്നാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. ഉടനെ സൽക്കർമ്മം ചെയ്യുമ്പോൾ തംഹുഹ, ആ സൽക്കർമ്മം ആ വന്നുപോയതായ തെറ്റിനെ ശുദ്ധീകരിക്കാൻ അത് സഹായകമാകും. എന്നിട്ട് നമ്മുടെ വിഷയമാകുന്ന മൂന്നാമത്തെ മെയിൻ ഭാഗം അതേതാണ്, ജനങ്ങളോട് നീ നല്ല രീതിയിൽ പെരുമാറുക, ജനങ്ങളോട് നീ നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദറിനോട് പറയുകയുണ്ടായി. മറ്റൊരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറു വയദ്ഖുലുൻ നാസു അൽ ജന്ന, ജനങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അങ്ങേ കൂടുതൽ കടത്താൻ കാരണമായി തീരാറുള്ളത് അവന്റെ സ്വഭാവമാണ്. സ്വഭാവ രീതി നന്നായി കഴിഞ്ഞാൽ അവൻ നമസ്കരിക്കാൻ പോയാൽ പള്ളിയിൽ നല്ല സ്വഭാവം, അവൻ വീട്ടിൽ നല്ല സ്വഭാവം, അവൻ പട്ടണത്തിൽ നല്ല സ്വഭാവം, അവൻ സ്കൂളിൽ നല്ല സ്വഭാവം. ഏത് മേഖലകളിൽ അവനുണ്ടോ അവിടെയെല്ലാം അവന്റെ നല്ല സ്വഭാവവും നല്ല രീതിയും നല്ല പെരുമാറ്റവും. അപ്പോൾ മനുഷ്യന്മാരോട് നല്ല പെരുമാറ്റം പെരുമാറുമ്പോൾ നല്ല രീതിയിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ അവന് അത് സഹായകമായി മാറുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിക്കാൻ അതിലൂടെ അവന് സഹായകമായി മാറുന്നു. ജനങ്ങളെല്ലാം അവനെ പ്രശംസിക്കും,
സ്വീകരിക്കുകയും ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിലൂടെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൊണ്ട് വിവക്ഷ. ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് കൊണ്ട് ചേർക്കുന്നതായ, സ്വർഗത്തിൽ കടത്തുന്നതായ ഒരു അമലാണ് എന്ത്? സൽസ്വഭാവം. അതുപോലെ തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായി തീർന്നതായ ഒരു അമലാണ് ദുസ്വഭാവം, വടക്ക് സ്വഭാവം, വടക്ക് പെരുമാറ്റം, വടക്ക് രീതി ജനങ്ങളോട്. അത് ഒരിക്കലും അരുത്. അതിലൂടെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂല് പറഞ്ഞതനുസരിച്ച് സൽക്കർമ്മങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ടാണ് നരകത്തിലേക്ക് പോകാൻ കാരണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതായ മാധ്യമങ്ങളിൽ പെട്ടതാണ് അൽ ഫമു വൽ ഫർജ്, അവന്റെ തൊള്ള, അവന്റെ ഗുഹ്യസ്ഥാനം. ഇത് ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ കാരണമായി തീരുന്നതാണ്. അതെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് ജനങ്ങളെ കടത്തുന്നത് അള്ളാഹുവിനെ ഭയപ്പെടലും നല്ല സ്വഭാവവും ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് ജനങ്ങളെ തള്ളിക്കൊണ്ടുപോകാൻ, ജനങ്ങളെ നരകത്തിലേക്ക് പ്രേരിപ്പിക്കാൻ കാരണം അത് അവന്റെ നാവും അവന്റെ ഗുഹ്യസ്ഥാനവുമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. ഇത് തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മുമ്പുള്ള 2 ഹദീസുകളും തുർമുദി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. എല്ലാം സഹീഹാണ്. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി വൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വകരിഹത അൻ യത്തലി അലൈഹി നാസ്. നന്മ എന്ന് പറഞ്ഞാൽ അതാണ് സ്വഭാവം. ഏറ്റവും നല്ല നന്മകളുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഉത്തമമായ രീതി അത് നല്ല സ്വഭാവമാണ്. വൽ ഇസ്മു, എന്താണ് തെറ്റെന്ന് പറഞ്ഞാൽ മഹാക ഫീ സദ്രിക, നിന്റെ ഹൃദയത്തിൽ നിനക്ക് ഒരു ഇരിച്ചലും ചൊറിച്ചലും വരിക അത് ചെയ്യുന്ന സന്ദർഭത്തിൽ. ചെയ്യണോ വേണ്ടേ? ഇതെന്താണ്? ചെയ്താൽ പ്രയാസം ഉണ്ടാകുമോ? ഇത് ചെയ്യാൻ പാടുണ്ടോ? എന്നീ കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടാവുക എന്ന് മാത്രമല്ല, ആരും കാണുമോ ഞാൻ ഇത് ചെയ്താൽ? ഉമ്മ കാണുമോ? വാപ്പ കാണുമോ? ജ്യേഷ്ഠൻ കാണുമോ? സഹോദരൻ കാണുമോ? ഉസ്താദ് കാണുമോ? അങ്ങനെ ഒരു നമുക്ക് ജനങ്ങൾ കണ്ടുപോകരുത് എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ, അതാണ് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ. എന്തേ? അള്ളാഹ് വിരോധിച്ചതല്ലെങ്കിൽ, അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നാം ഇപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ ഇവിടെ ഒളിച്ച് കളിച്ച് ജനങ്ങൾ നിന്നിട്ട് അറിവില്ലാത്തവര്, അള്ളാഹുവിനെ ഭയപ്പെടാത്തവരും, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച രീതി പഠിക്കാത്തവരും പലരും ഒളിച്ച് കളിച്ച് ഇവിടെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ വേണ്ടാത്തതൊക്കെ കാട്ടുന്നു. അത് ജനങ്ങൾ ലോകവ്യാപകമാക്കുന്നു. അതിന്റെ ഫോട്ടോസുകളും അതിന്റെ വീഡിയോകളും എല്ലാം അവർ മനസ്സിലാക്കുന്നത് മദീന ആസകലം ഇങ്ങനെയാണെന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ മദീനയിലും മക്കയിലും ഇവിടെയുള്ളതായ സൗദി അറേബ്യയിലെ ആസകലം തെറ്റായ കാര്യങ്ങൾ, ബിദ്അത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾ മറിച്ചാണ് ചെയ്യുക. കാരണം അവർക്കറിയാം ജനങ്ങൾ കണ്ടുപോകുമോ, ജനങ്ങൾ കണ്ടുപോയാൽ അപകടത്തിൽപ്പെടുമല്ലോ എന്ന് അവർക്ക് തോന്നുന്നു. എന്തേ? അവർ ചെയ്യുന്നത് തെറ്റായതുകൊണ്ട്. എന്തേ? അത് ഖുർആനിലില്ല. എന്തുകൊണ്ട്? അത് സുന്നത്തിലില്ല. എന്തുകൊണ്ട്? അത് സലഫ് സാലിഹ്യങ്ങൾ ചെയ്തിട്ടില്ല. അതെല്ലാവരും അറിയുന്നതും അവരെ ക്രോഡീകരിച്ചു പോയതുമാണ് അവരുടെ ഗ്രന്ഥത്തിൽ. ഈ എന്ത് ജന്മദിനാഘോഷവും മരണദിനാഘോഷവും ബർത്ത്ഡേയും ഇസ്ലാമിലില്ലാത്തതാണ് എന്ന്. ഇതെല്ലാം ആയതോടുകൂടി തന്നെ അവര് എന്ത് ചെയ്യുന്നു? ക്രിസ്ത്യാനികളോടോ മറ്റു മതസ്ഥരോടോ ഉള്ളതായ തുല്യത അവർ കാട്ടുപോലെ കാട്ടണം. അവർ ജന്മദിനാഘോഷം കൊണ്ടാടിയല്ലോ, അവർ ക്രിസ്തുമസ് കൊണ്ടാടിയല്ലോ, അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടാടിക്കൂടാ എന്ന രീതിയിൽ അവർ പോകുന്ന ഏത് മാളത്തിൽ അവർ പ്രവേശിച്ചാൽ, ഏത് ഗുഹയിൽ അവർ പ്രവേശിച്ചാൽ നിങ്ങളും പ്രവേശിക്കുമെന്ന് റസൂൽ പറഞ്ഞതായ ആ രീതി കാട്ടുന്നവരെ നാം ഇവിടെ കാണാം. പലയിടങ്ങളിലും കാണാം. അത് ഇവിടെയുമുണ്ട്, എല്ലായിടങ്ങളിലുമുണ്ട്. തെറ്റ് ചെയ്യുന്നവർ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ മദീനയിൽ ഉണ്ടായിരുന്നു. ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഇസ്ലാമിൽ തെളിവല്ല. ഇസ്ലാമിൽ തെളിവ് ജനങ്ങൾ ചെയ്യുന്നത് അത് ഇസ്ലാമിലുണ്ടോ ഇല്ലേ എന്നതാണ്. അതിന്റെ പ്രമാണം സഹായിക്കുന്നുണ്ടോ, തെളിവ് അവർക്ക് നൽകുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. എന്നല്ലാതെ ചെയ്യുന്നവർ ബഹുഭൂരിപക്ഷമാണോ, ധാരാളം പേര് ചെയ്തല്ലോ, അതിവിടെ കാട്ടുന്നുണ്ടല്ലോ, ഇവിടെ മജ്ലിസുകൾ ഉണ്ടല്ലോ, അതൊക്കെ യഥാർത്ഥത്തിൽ രഹസ്യമായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ആരും കാണാത്ത രീതിയിലോ മദീന പട്ടണത്തിന് വിട്ടുനിന്നിട്ടോ ഗവൺമെന്റ് ഉത്തരവാദപ്പെട്ടവരും പണ്ഡിതന്മാരും ഇവിടുത്തെ ഹൈയും അറിയാതെയോ ചെയ്യുന്നതായ കാര്യങ്ങളാണ്. എന്തേ? തെറ്റായതുകൊണ്ട്. അപ്പോൾ നന്മയാകുമ്പോൾ ജനങ്ങൾ കണ്ടു ചെയ്യാം. ഇവിടെ നമസ്കാരം നടക്കുന്നു, നോമ്പ് നടക്കുന്നു, സക്കാത്ത് നടക്കുന്നു, ഹജ്ജ് നടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ പരിസരത്തിൽ ഇവിടെ ഔദ്യോഗികമായിട്ട് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി സിയാറത്ത് ചെയ്യാനുള്ളതായ ചാൻസ് ലോക മുസ്ലിങ്ങൾക്ക് നൽകുന്നു, സന്ദർശകർക്ക്. അതെല്ലാം ഇസ്ലാമിൽ ഉള്ളതാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, അവർക്കൊക്കെ സലാം പറയുക ഇസ്ലാമിലുള്ളതാണ്. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇസ്ലാമിലുള്ളതാണ്. അതിനൊന്നും ഗവൺമെന്റ് തടയുന്നില്ല, പണ്ഡിതന്മാരും തടയുന്നില്ല. അതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു. അതൊക്കെ ധൈര്യസമയത്ത് ജനങ്ങൾ ചെയ്യുന്നു. അതേ സമയത്ത് ജനങ്ങൾ കണ്ടുപോകരുതെന്ന് പേടിച്ചുകൊണ്ട് അവിടെയും ഒളിച്ചു കളിച്ചിട്ട് ഷിയാക്കൾ
ഉണ്ടാക്കിയതായ മൗലൂദ് ഗ്രന്ഥത്തിന്റെ മൗലൂദ് കിതാബോ ഷിയാക്കളോട് അനുകരിച്ചുകൊണ്ട് അവർ കാട്ടുന്നത് പോലെ കാട്ടാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ തരം താഴ്ത്തി ഷിട്ടികളെ അള്ളാഹിനേക്കാളും പൊക്കി അള്ളാഹുവിനേക്കാളും ഷിട്ടികളെ ബഹുമാനിച്ച് ആദരിച്ച് അവരോട് വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് നേർച്ചയാക്കി അവരോട് പ്രശ്നങ്ങൾ പരിഹാരത്തിന് വേണ്ടി ചോദിക്കുന്ന ആ ശൈലി ഉൾക്കൊള്ളുന്ന മൗലൂദിന്റെ പുസ്തകങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഒളിച്ചു കളിച്ചിട്ട് മസ്ജിദ് നബവിയുടെ പരിസരത്തിലൊക്കെ ജനങ്ങൾ ചെയ്യും. അതാരും കാണാതെ അവർ തന്നെ ഫോട്ടോസ് എടുത്തിട്ട് ഇതാ മദീനത്തെ പള്ളിയുടെ പരിസരത്തിൽ ഇങ്ങനെ കാട്ടുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യും. അവരുടെ കുപ്രചരണത്തെ അവരുടെ അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹൈറായ കാര്യമാണെങ്കിൽ ജനങ്ങൾ കാണുന്നതിൽ ആർക്കും വെറുപ്പുണ്ടാകുന്നതല്ല. എന്തുകൊണ്ട്? ജനങ്ങൾ സത്യവിശ്വാസികളാണ്. ജനങ്ങൾ ഖുർആൻ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് സത്യം കണ്ടാൽ, നന്മ കണ്ടാൽ, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടാൽ സന്തോഷമാണ്. അവർക്ക് വെറുപ്പുണ്ടാകുന്നതല്ല. നേരെ മറിച്ച് അതിന് വിപരീതമാകുമ്പോഴാണ് ഒളിച്ചു കളിച്ച് ചെയ്യേണ്ടി വരിക. ഇതെല്ലാം നാം ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഈ നാട്ടുകാർ ബഹുമാനിക്കും പോലെ ആദരിക്കും പോലെ ലോകത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഈ രൂപത്തിൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന രീതി. എന്റെ 360 ദിവസവും റസൂലുള്ളാഹിന്റെ നന്മകളും ബഹുമതികളും സീറകളും ഹിസ്റ്ററികളും ഇന്ന് മദീനത്തെ മസ്ജിദ് നബവിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് ഉപപള്ളികളിൽ ഖുതുബകളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിച്ചു. അവരുടെ അദ്ദേഹം പറഞ്ഞതായ പല പല ഖുതുബകളും ഇന്നുണ്ടായി. അതിലൊന്നും ഇവർക്ക് ഒരു പ്രത്യേക ദിവസമില്ല. എല്ലായിടങ്ങളിലും എല്ലായ്പ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധം പുലർത്തി ജീവിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ എന്ന വിശ്വാസക്കാരാണ് ഇവിടെയുള്ളതായ ജനങ്ങൾ. അവർക്ക് ആ നിലയ്ക്ക് തന്നെ അതിനേക്കാളും പുരോഗതിയും ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് ഈ നാട്ടിലുള്ളതായ ഭരണകൂടത്തെയും ഭരണരീതിയെയും മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകാനും ഇവിടെയുള്ളതായ പണ്ഡിതന്മാർക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് തന്നെ ബിദ്അത്തുകൾ ഒഴിവാക്കി സുന്നത്ത് നടപ്പാക്കി ജീവിക്കുവാനുള്ളതായ തൗഫീഖ് അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ട് നടന്നതായ ഖുതുബയിൽ ഖിയാമത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ അലാമാത്തുകളെ കുറിച്ചുമായിരുന്നു സലാഹുൽ ബുദൈരി എന്ന പണ്ഡിതൻ ഡോക്ടർ സലാഹുൽ ബുദൈരി സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരിക എന്നത് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഞാൻ ബുഇത്തു ഫീ നസമിസ് സാഅത്തിന്റെ അവസാനം അഥവാ വരാൻ പോകുന്നതിന്റെ നസം എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് ഇങ്ങനെ അടിച്ച് വീശിയാൽ വലിയ തോട്ടത്തിലേക്കോ വലിയ വൃക്ഷത്തിലേക്കോ മരങ്ങളിലേക്കോ എന്നിട്ട് അവസാനമായി കാണുന്നതായ ആ ചലനമുണ്ടല്ലോ കാറ്റ് അവസാനിക്കുന്ന സന്ദർഭത്തിൽ അതാണ് നസം. അത് ഉദാഹരണത്തിന് അങ്ങനെയുള്ള നസമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ അന വസ്സാഅതു കഹാതൈൻ എന്ന് റസൂൽ പറയുകയുണ്ടായി. ഞാനിവിടെ വരുന്ന എന്നെ ദൂതരായിട്ട് അള്ളാഹു നിയോഗിക്കുന്ന ഈ വരവേൽപ്പും ഖിയാമത്ത് നാളും ഈ 2 വിരല് പോലെയാണ്. ഈ 2 വിരൽ എത്ര അടുത്ത് നിൽക്കുന്നു എന്നതുപോലെ ഞാനും ഖിയാമത്ത് നാളും അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ ഭീമമായ അലാമത്താണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതരായിട്ട് ഇവിടെ വരിക എന്നതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുക ഖിയാമത്ത് നാളിന്റെ 2ാമത്തെ പ്രധാനപ്പെട്ട ചെറിയ അലാമത്തുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മദീന നാം പലപ്പോഴും ഈ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നതായ ഹിജ്റ വന്നതായ ദിവസം ഈ നാട് പ്രകാശിക്കും പോലെ ജനങ്ങൾ ആ ഹിദായത്തുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന വരവേൽപ്പിനെ അടങ്ങാത്ത ആവേശത്തോടെ ആഹ്ലാദത്തോടെ ജനങ്ങൾ മദീനയിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്വീകരിച്ചതായ രംഗങ്ങൾ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നത് റസൂൽ കടന്നു വന്ന ദിവസമാണെന്ന് മഹാനായ അനസ് പറഞ്ഞ വാർത്ത നാം കേട്ടതാണ് സഹീഹ് ഹദീസിൽ. പിന്നെ അനസ് തുടരുന്നു, ഏറ്റവും ദുഃഖമുണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വഫാത്തായ ദിവസം അഥവാ റബീഉൽ മാസത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായത് ഒരു റബീഉൽ മാസത്തിലാണ് മദീനയിൽ. എപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് നമ്മളോട് വിടവാങ്ങിയതായ ആ ദിവസം അത് റബീഉൽ 12 എന്നത് ലോക മുസ്ലിങ്ങൾക്ക് അറിയാവുന്നതായ യാഥാർത്ഥ്യമാണ്. സഹാബാക്കളെല്ലാം ഏകീകരിച്ച ലക്ഷങ്ങൾ സഹാബാക്കൾ അറിയുന്നതായ വാർത്തയാണ്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഫഹൽ അദലത്ത് യൗമൻ
അൻ റസിയ്യത ഹാലികിൻ റസിയ്യത യൗമിൻ മാത ഫീഹി മുഹമ്മദു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്പെഷ്യൽ കവിയായ ഹസ്സാൻ പാടുന്ന പാട്ടാണ് ഫഹൽ അദലതി യൗമൻ റസിയ്യത ഹാലികിൻ റസിയ്യത യൗമിൻ മാത ഫീഹി മുഹമ്മദു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതായ ദിവസത്തിൽ ഉണ്ടായിരുന്നതായ ആ മുസീബത്തിനോട് തുല്യതയുള്ള ഒരു മുസീബത്ത് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തേ? അതോടുകൂടി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ട് വരുന്നതായ വഹി, സൃഷ്ടികളോട് അല്ലാഹ് സംസാരിച്ചു കൊണ്ടിരുന്നതായ ആ സംസാരം, ആ വഹി കട്ടായി എന്നത് തന്നെയാണ്. അതിനുശേഷം വേറെ നബി വരാനില്ല. നബി ഖാതമുൻ നബിയീൻ, അവസാനത്തെ ദൂതരാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതോടുകൂടി ജിബ്രീൽ വഹിയുമായി വരുന്നത് നിന്നു. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അതേ വഹിനെ ആദ്യമായിട്ട് റസൂലുള്ളാഹിക്ക് ഇറക്കാൻ വേണ്ടി വന്നതായ അതേ ലൈലത്തുൽ ഖദ്ർ ആകുമ്പോൾ മാത്രമാണ് എല്ലാ വർഷത്തിലും ഈ നാട്ടിലേക്ക് അഥവാ ഭൂമിയിലേക്ക് വരിക എന്നതാണ് നാം പഠിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് ഖിയാമത്ത് നാളിന്റെ മറ്റൊരു അലാമത്തിൽ പെട്ടതാണ് എന്നർത്ഥം. അതെ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇൽമ്, വിജ്ഞാനം ഉയർത്തപ്പെടും. വിജ്ഞാനം ഉയർത്തപ്പെടും. യഥാർത്ഥത്തിൽ വിജ്ഞാനം വളരെ പൊട്ടിപ്പുറപ്പെട്ട് അത് ലോകവ്യാപകമാകുകയാണ് വാട്സാപ്പിലൂടെ ഇന്നത്തെ യുഗത്തിൽ. അതോടൊപ്പം വിജ്ഞാനം, യഥാർത്ഥ വിജ്ഞാനമാകുന്ന ഖുർആനും സുന്നത്തും ഖുർആൻ ഉൾക്കൊള്ളുന്ന തൗഹീദും മനസ്സിലാക്കുന്നവർ അവർ വളരെ വളരെ ചുരുക്കമായി വരികയാണ്. അതാണ് ഇൽമ്, യഥാർത്ഥ ഇൽമ് ഉയർത്തപ്പെടുന്നതായ കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടത്തിൽ ജഹലാണ് വ്യാപകമാകുന്നത്, ഇൽമ് വേണ്ടതുപോലെ വ്യാപകമാകുന്നില്ല. അത് അലാമത്തുൽ ഖിയാമത്തിൽ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഫിതനുകൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ജനങ്ങൾ പറയും ഇതാണ് അവസാനം, ഇതാണ് അന്ത്യദിനം, ഇത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് പറയും. അപ്പോൾ അതിനേക്കാളും വലുത് വേറെ വരും, അതിനേക്കാളും വലുത് വേറെ വരും. അപ്പോൾ മുമ്പ് വന്നത് മറന്നുപോകും. അത്രയും വലിയ അപകടങ്ങളാണ് പിന്നെ വരിക. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ലാ യഅതി യൗമുൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. ഓരോ ദിവസം വരുമ്പോൾ മുമ്പ് കഴിഞ്ഞുപോയ ദിവസങ്ങൾ വരാൻ പോകുന്ന ദിവസത്തിനേക്കാൾ കഴിഞ്ഞുപോയ ദിവസങ്ങൾ ഉത്തമ ദിവസമാണ്. അപ്പോൾ നാം വിടവാങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസം ആപേക്ഷികമായിട്ട് ഉത്തമ ദിവസമാണ്. റസൂൽ തുടർന്നു ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് അൽ ഹർജ്. ഹർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊലകൾ, മരണങ്ങൾ ലോകവ്യാപകമായിക്കൊണ്ടേയിരിക്കും. മരണങ്ങൾ വർദ്ധിക്കും. ഇസ്ലാമിന്റെ പേരും മുസ്ലിങ്ങളുമാണ് ഇപ്പോൾ വധിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത്. ഇതെല്ലാം ഖിയാമത്തിന്റെ അലാമത്തുകളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ജനങ്ങൾ വഞ്ചിതരായി പോകുന്നതായ വർഷങ്ങൾ ഇവിടെ വരുന്നതാണ്. ആ വർഷങ്ങളിൽ ചിലപ്പോൾ തലമുതിർന്ന വ്യക്തികളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ കൊള്ളരുതാത്തവരായ ഇസ്ലാമിന്റെ ABCD അറിയാത്തവരായ, ഖുർആൻ പഠിക്കാത്ത, സുന്നത്ത് പഠിക്കാത്ത, ഇസ്ലാമിനെ വിലവെക്കാത്ത, റസൂലിനെ വിലവെക്കാത്ത ആൾക്കാരെല്ലാം പേരും പെരുമയുമുള്ള ആളായി ഗണിക്കപ്പെടുന്നതായ കാലഘട്ടം വരും. അത് ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അമാനത്ത്, സൂക്ഷിപ്പ് സ്വത്ത്, അത് ജനങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് മടക്കി കിട്ടുന്ന സ്വഭാവമില്ലാതെയായി മാറും. അമാനത്ത് ജനങ്ങൾക്ക് മടങ്ങിക്കിട്ടുക എന്നത് അത് വിരോധിക്കപ്പെടും, നഷ്ടപ്പെടും. അഥവാ നീ വല്ലതും ഒരാൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാള് അത് മടക്കിത്തരുക എന്നത് ഉണ്ടാവുകയില്ല. അമാനത്ത് മടക്കി കൊടുക്കുക എന്നത് കുറഞ്ഞു വരും. അത് ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽപ്പെട്ടതാണ്. അമാനത്ത് ഇല്ലാതെയാവുക. ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരാളിൽ ഏൽപ്പിക്കുക എന്ന് മാത്രമല്ല, നീ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നീ അമീനായി മാറുക, നീ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നീ അമീനായി മാറുക. നിന്റെ കൂടെയുള്ളതായ ഏത് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ, ഏത് പ്രവർത്തനം പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ, നീ ഒരു മുഅല്ലിമാണെങ്കിൽ, നീ ഒരു അധ്യാപകനാണെങ്കിൽ, നീ ചെയ്യുന്നതായ ആ പ്രവർത്തനത്തിൽ നീ അമീനായി മാറുക. നീ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നീ അമീനായി മാറുക. കളവ് പറയാതിരിക്കുക, അതുപോലെ തന്നെ അളത്തത്തിലും തൂക്കത്തിലും കുറക്കാതിരിക്കുക. ഇതൊക്കെ അമാനത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ അമാനത്ത് എത്ര കണ്ട് നശിക്കുന്നു അത്ര കണ്ട് അലാമത്തുൽ ഖിയാമത്തിന്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എണ്ണുന്നത്. അതുപോലെ തന്നെ സമയം അടുത്തു വരും, ദിവസങ്ങൾ അടുത്തു വരും. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ദിവസങ്ങൾ പെട്ടെന്നാണ് നമ്മളോട് ആഴ്ചകൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ
വിടവാങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ നമുക്ക് ബർക്കത്ത് കാണുന്നില്ല. പെട്ടെന്ന് നമ്മളോട് വിട വാങ്ങുന്നു. അത് ഖിയാമത്താന്റെ അലാമത്തുകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പായിട്ട് നാൽക്കാലി മൃഗങ്ങൾ സംസാരിക്കുന്ന കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിനൊക്കെ ധാരാളം തെളിവുകൾ നമുക്കിപ്പോൾ നിരത്തി വെക്കാൻ സമയമില്ല. അവസാന കാലമായിട്ട് ദാബത്തുൽ അർദി എന്ന മൃഗം വരുന്നതും അത് ജനങ്ങളോട് സംസാരിക്കുന്നതുമാണ് എന്ന് ഖുർആൻ സൂചിപ്പിച്ച ഭാഗമാണ്. അതുപോലെ തന്നെ അവസാന കാലമാകുമ്പോൾ ഏറ്റവും വലിയ അപകടമായ ദജ്ജാലിന്റെ വരവേൽപ്പിനെ കുറിച്ചും ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അവന്റെ പ്രത്യേകതയും പറഞ്ഞു. അവൻ മദീനയുടെ കിഴക്ക് ഭാഗമാകുന്ന പ്രത്യേകിച്ച് ഇസ്ബഹാൻ എന്ന നാട് അഥവാ ഷിയാക്കൾ ഇപ്പോൾ ജീവിക്കുന്ന നാടായ ഇറാനിന്റെ ഭാഗത്തിലാണ് ആ നാട്. ആ ഭാഗത്തിൽ നിന്നിട്ടായിരിക്കും അവൻ ഉടലെടുക്കുക. അവന്റെ ബേക്കിൽ 10,000-കണക്കിന് 70,000-ഓളം ജൂതന്മാരാണ് നടക്കുന്നതായ കാലഘട്ടമാണ് ദജ്ജാൽ പുറപ്പെടുന്ന സന്ദർഭത്തിൽ എന്നൊക്കെ ഹദീസിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ മദീന 2-3 തവണ കിലുങ്ങും. ആ കിലുങ്ങുന്ന സന്ദർഭത്തിൽ മദീനയിൽ നിന്നിട്ട് സത്യവിശ്വാസികൾ ഒഴിച്ച് അവിടെയുള്ളതായ കപട വിശ്വാസികൾ മദീനയോട് വിടവാങ്ങും. അപ്പോൾ കപട വിശ്വാസികളെ ഒഴിവാക്കാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം നേർച്ചയാക്കുന്ന അറക്കുന്ന, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ നടപ്പാക്കുന്ന സത്യവിശ്വാസികളെ നിലനിർത്തി മറ്റുള്ളവരെ മദീന അതിന്റെ അഴുക്കിനെ ശുദ്ധീകരിക്കുന്നതായ കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ഇതെല്ലാം ഖിയാമത്താന്റെ അലാമത്തുകളിൽ പെട്ടതാണ്. ഈസാ നബി അലൈഹി സ്വലാം വരിക എന്നത് ഖിയാമത്താന്റെ മറ്റൊരു ഭീമമായ അലാമത്തിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവര് ദിമഷ്കിലുള്ളതായ കിഴക്ക് ഭാഗത്ത് അവിടെയുള്ള ജാമിഉൽ ഉമവിയുടെ ആ മുനാരത്തിന്റെ ആ ഭാഗത്തിൽ കൂടി മഹാനായ ഈസാ നബി അലൈഹി സ്വലാം വാനലോകത്തിൽ നിന്നിട്ട് ഇറങ്ങുന്നതും എന്നിട്ട് ദജ്ജാലിനെ വധിക്കുന്നതുമാണ് എന്നതും അതിനുശേഷം ഇവിടെ യജൂജ് മൗജൂജ് അവരെ അള്ളാഹു സൂക്ഷിച്ചതായ ആ കെട്ടിൽ നിന്നിട്ട് ആ മഹാസദ്ദിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പൊട്ടിപ്പിക്കുന്നതും അതിനെ തകർക്കുന്നതും അവരതിൽ നിന്നിട്ട് പൊട്ടി പുറപ്പെടുന്നതും ഇതൊക്കെ ഖുർആൻ പറയുന്ന ശൈലിയാണ്. ആ യജൂജ് മൗജൂജ് പുറപ്പെടുന്നതായ രംഗത്തെ കുറിച്ച് അതൊക്കെ അവസാന കാലഘട്ടത്തിൽ വരുന്നതാണ്. അങ്ങനെ ഇവിടെ അവസാനമായിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അലാ ശിറാറുൻ നാസ് ജനങ്ങളിൽ ഏറ്റവും ദുഷ്ടരായ ഏറ്റവും കൊള്ളരുതാത്തവരായ വിഭാഗം ജീവിക്കുന്നതായ കാലഘട്ടത്തിലായിരിക്കും ഖിയാമത്ത് നാള് ഇവിടെ ആസന്നമാവുക. അതുകൊണ്ട് ജനങ്ങൾക്ക് തൗബയുടെ വാതിൽ അപ്പോൾ അടക്കപ്പെടും. അതിനു മുമ്പായിട്ട് തന്നെ നാം എന്ത് ചെയ്യുക? പാശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക, ഖേദിച്ചു മടങ്ങുക, അള്ളാഹുലേക്ക് മടങ്ങുക, നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കുക. നാം വീഴ്ചകൾ മനസ്സിലാക്കുവാനും സത്യം മനസ്സിലാക്കുവാനും മാനദണ്ഡമാക്കേണ്ടത് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിത രീതിയാണ്. ഖുർആനും സുന്നത്തും കഴിഞ്ഞാൽ ഖുർആനും സുന്നത്തും സലഫ് സാലിഹ്യങ്ങൾ സഹാബാക്കളുടെ, അത് കഴിഞ്ഞാൽ താബിഈങ്ങളുടെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകളെ പോലത്തതായ ആ പൊളച്ച മഹാത്മാക്കളായ പടുകൂറ്റൻ പണ്ഡിതന്മാരുടെ ആ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നാം ആദർശം അവരിൽ നിന്നിട്ട് ഉൾക്കൊള്ളുക. ആ ആദർശം അനുസരിച്ച് ജീവിക്കുക. അവർ ചെയ്തതായ രീതിയിൽ, അവരുടെ ജീവിത രീതിയിൽ ഇല്ലാത്തതായ ബിദ്അത്തുകളായ ജന്മദിനാഘോഷമോ മരണദിനാഘോഷമോ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലോ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലോ അള്ളാഹു അല്ലാത്തവരെ നേർച്ചയാക്കലോ എന്നെല്ലാം തെറ്റുകൾ ഖിയാമത്ത് നാൾ വരെ വന്നുകൊണ്ടേ ഇരിക്കും. റസൂലുള്ള ഉണർത്തിയതായ ഭാഗമാണ്. റസൂലുള്ള പറയുന്നു, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പായിട്ട് എന്റെ ഉമ്മത്തുകൾ നിന്നിട്ട് ഒരു ഖബീലകൾ ധാരാളം ഖബായില മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നിട്ട് ധാരാളം ഖബീലകൾ ശിർക്ക് ചെയ്യുന്നവരായി മാറും. എന്റെ ഉമ്മത്ത് എന്നാ പറയുന്നത്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾ തന്നെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറിയിരുന്നവർ അവർ പിന്നെ ശിർക്ക് ചെയ്യുന്നവരായി, അള്ളാഹുവിനെ വരവെക്കാത്തവരായി, അള്ളാഹുവിനെ തരം താഴ്ത്തുന്നവരായി മാറും. അങ്ങനെ മാറാതെ ഖിയാമത്ത് നാൾ എടുക്കുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് 30ഓളം കള്ളനബിമാര് വരും. കള്ളനബിമാർ, ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 30ഓളം കള്ളനബിമാര് വരും. ആ 30ഓളം കള്ളനബിമാര് അവരിവിടെ വരുന്നത് ദജ്ജാലൂന കദ്ദാബൂന, പടുകള്ളന്മാരാണ്. എന്തേ? റസൂലുള്ളാഹി പറയുന്നു, അന ഖാതമുൻ നബിയീൻ, ഞാനാണ് നബിമാരുടെ അവസാനത്തെ വ്യക്തി. നബിമാരിൽ അവസാനത്തെ വ്യക്തി, അവർക്ക് സ്ഥിതി വെച്ച വ്യക്തി, അവരിൽ അവസാനത്തെ വ്യക്തി അത് ഞാനാണ്. ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം പിന്നെ നബി വരാനില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ളതായ ആ അപകടങ്ങളെല്ലാം ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളായിട്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതായ ഭാഗമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതി നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് അവരുടെ ഹിസ്റ്ററി പഠിച്ച് അവരുടെ ഹിസ്റ്ററി പഠിപ്പിച്ച്
പഠിപ്പിച്ച് അവരുടെ ജീവിത രീതി നമ്മുടെ ജീവിത രീതി ആക്കി മാറ്റി അതിൽ വിനോദാഭാസങ്ങളോ ഡാൻസ് ആടുകളോ വേണ്ടടിക്കലുകളോ റാളി പോകലുകളോ പോലത്തതായ അനാചാരങ്ങളും തോന്നിവാസങ്ങളും അതിക്രമങ്ങളും ഒഴിവാക്കി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന രീതി കൈക്കൊള്ളാൻ വേണ്ടി നാം പാടുപെടുക. ഭൂരിപക്ഷങ്ങൾ ചെയ്യുന്നത് ചെയ്തോട്ടെ. ഭൂരിപക്ഷത്തെ നന്നാക്കാൻ നിങ്ങൾ എത്ര തന്നെ അലച്ച വെച്ചാൽ, നിങ്ങൾ എത്ര തന്നെ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുക തന്നെ ഇല്ല എന്ന് അള്ളാഹു തീർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ബഹുഭൂരിപക്ഷം നോക്കേണ്ടതില്ല. നമുക്ക് ആരുടെ കൂടെയുണ്ട് തെളിവ്, ആരാണ് തെളിവനുസരിച്ച് ജീവിക്കുന്നത് അവരുടെ കൂടെ നാം കൂടുക, അവർ ചെയ്തതുപോലെ ചെയ്യുക. അങ്ങനെയുള്ള ഒരു സത്യവിശ്വാസികളുടെ ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ജനക്കൂട്ടമായി മാറാൻ വേണ്ടി നാം പാടുപെടുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين سوءا فأشغله في نفسي وجعل تدبيره تدميرا. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.